എന്നെ മനസ്സിലായോ? ഇല്ല. ക്ഷമിക്കണം. ഞാൻ മോഹന്റെ അമ്മയാണ്. ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടില്ല. കാണേണ്ട ഒരു കാര്യമൊക്കെ അടുത്തു വന്നതാണ്. അന്നത് നടന്നില്ല. പോട്ടെ. ഇപ്പൊ ഞാനിങ്ങോട്ട് വന്നത് മോനായിരിക്കും. അതെ. എന്താ പേര്? കണ്ണൻ. കൊള്ളാം, നല്ല പേര്. മോൻ അപ്പുറത്ത് പോയിരുന്ന് എഴുതുവോ? കണ്ണൻ മുറി പോയിരുന്ന് എഴുതിക്കൊള്ളൂ. ഇരിക്കാലോ? മോഹൻ പതിവായി ഇവിടെ വരാറുണ്ടെന്ന് കേട്ടു. ശരിയാണോ? അതെ. ആളുകൾ പലതും പറയുന്നുണ്ട്. ഞാനും അറിയുന്നുണ്ട്. പറയുന്നവർ പറയട്ടെ. അതങ്ങനെ തള്ളിക്കളഞ്ഞുകൂടെ കുട്ടി. ഞാനിതൊക്കെ വിശ്വസിക്കുന്നുകൊണ്ട് പറയുന്നതല്ല. പക്ഷേ പറയാൻ അവർക്ക് ന്യായങ്ങളുണ്ട്. ന്യായങ്ങളോ? അതെ. മോഹൻ കുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. കുട്ടിക്കും അതറിയാമല്ലോ. അറിയാം. എന്തുകൊണ്ടോ അത് നടന്നില്ല. ഭാഗ്യദോഷം എന്റേതായിരിക്കും. കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അത് പോട്ടെ. അന്ന് കല്യാണം നടക്കാഞ്ഞതിന്റെ പേരിൽ കുട്ടിയുടെ ഭർത്താവിനെ മോഹൻ കൊന്നുവെന്നാണ് അപവാദം. ഇല്ല, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനും വിശ്വസിക്കുന്നില്ല കുട്ടി. പക്ഷേ കേസ് നിലവിലുണ്ട്. കൊന്നതാരാണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടുമില്ല. ഈ ചുറ്റുപാടിൽ മോഹൻ ഇവിടെ വരാൻ തുടങ്ങിയാൽ ആളുകൾ പറയുന്നത് സത്യമാണെന്നല്ലേ വരൂ. അത് കേസിനെ ബാധിക്കില്ലേ? കുട്ടിക്ക് എന്ത് തോന്നുന്നു? ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. അവൻ ഇനി ഇവിടെ വരുമ്പോ ആട്ടി ഇറക്കണം. അയ്യോ, അങ്ങനെ പറയരുത്. എന്നെ സഹോദരിയായിട്ടാണ് കരുതുന്നത്. അവൻ കുട്ടിയെ സഹോദരിയായിട്ട് കരുതുന്നു. കുട്ടിക്ക് അങ്ങോട്ടോ? മോഹനേട്ടൻ എന്റെ സഹോദരനാണ്. അങ്ങനെയാണെങ്കിൽ സഹോദരന്റെ പ്രാണൻ രക്ഷിക്കാനുള്ള ചുമതല സഹോദരിക്കുണ്ട്. ഇവിടെ വരുന്നത് കൊണ്ടുള്ള ആപത്ത് അവനാണ്. കുട്ടി അവനെ രക്ഷിക്കണം. മേലാൽ ഇവിടെ വരരുതെന്ന് പറയണം. പറയില്ലേ? പറയില്ലേ രാധികെ? പറയാം. മതി, വരട്ടെ. ഇപ്പൊ സംഗതി ക്ലിയറായില്ലേ? ഇല്ല. ഞാൻ ഒരുത്തിയെ ആശിച്ചു, അവളെ വേറൊരുത്തൻ കെട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? സൗകര്യം കാത്തിരുന്ന് കെട്ടിയവനെ തട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ആശിച്ചെടുത്ത് വീണ്ടും അടുത്തു. അവൾക്ക് എതിർപ്പില്ല, ശ്രദ്ധിക്കണം. അവളും അടുത്തു. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കണം? മത്തായി ജ്യേഷ്ഠന് പിടികിട്ടിയോ? ഇല്ല. തന്റെ തലയിൽ എന്തുവാടോ? തേയിലച്ചണ്ടിയാണോ? എടോ, കെട്ടിയവനെ തട്ടിയതിൽ രാധികയ്ക്കും പങ്കുണ്ട്. ശരിയല്ലേ സഹോദര? ഇവളാള് പാഷാണമാണല്ലോ ഉത്തമ. അത് പിന്നെ പതുക്കെ പറയണം. രാധികയ്ക്ക് പങ്കില്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ കൊന്നവന്റെ നിഴൽ ആ പടിക്ക വീഴാൻ അവള് സമ്മതിക്കുമോ? സമ്മതിക്കുമോ ചേഷ്ട? അത് നേരാ. ആ, അങ്ങനെ പറ. കേസ് ഇനി ഒരു പുതിയ വഴിത്തിരിവിലേക്ക് തിരിയാൻ പോവുക. ഇനി എന്തൊക്കെ നടക്കുമെന്ന് കണ്ടോ? മേരിക്കുട്ടിയെ, പുട്ടില്ലേ? കുട്ടേ, പുറത്ത് സപ്ലൈ ഇല്ല, അകത്ത് വന്നാൽ തരാം. ഞാൻ പോയി ഒരു കുറ്റി പുട്ടടിച്ചേച്ചോന്ന് ബാക്കി പറയാം. എന്റെ ഭർത്താവിനെ കൊന്ന കേസിലെ പ്രതി പതിവായിട്ട് എന്നെ കാണാൻ ഇവിടെ വന്നുകൊണ്ടിരുന്നാൽ ആളുകൾക്ക് സംശയം തോന്നില്ലേ? ആ കൊലപാതകത്തിൽ എനിക്കും പങ്കുണ്ടെന്ന് ആളുകൾ പറയില്ലേ? അതുകൊണ്ട് മേലെ താൻ ഇവിടെ വരരുത്. എന്റെ സ്ത്രീകളെ കൊന്നാ പോരെ, ഇനി ഞങ്ങളെയും കൊല്ലണോ? ഇറങ്ങി പോകണോ? നീ എന്താ പറഞ്ഞത്? ഞാനാണ് ശ്രീധരനെ കൊന്നതെന്ന് നിനക്ക് കോടതി പറയാമോ? ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ കുറ്റം സമ്മതിക്കാം. ജയിലിൽ പോവാം, തൂക്കിലേറാം. പറയോടി. എന്താ സംഭവിച്ചെന്ന് പറയൂ. മോഹനേട്ടന്റെ അമ്മയോട് വന്നിരുന്നു. എന്തിനു വന്നു? മോഹനേട്ടൻ ഇവിടെ വന്നുകൊണ്ടിരുന്ന ആളുകൾ അപവാദം പറയും. അത് കേസിന് ദോഷമായിട്ട് വരും. മോഹനേട്ടനെ ശിക്ഷിക്കും. അതുകൊണ്ട് അപ്പൊ ഞാനിവിടെ വരാതിരിക്കാൻ
നീ ഒരു തന്ത്രം പ്രയോഗിച്ചാണല്ലേ? അതിന് നീ എന്നെ എത്ര തവണ താനെന്ന് വിളിച്ചു? രാധികെ, ഞാൻ ഇന്ന് ഈശ്വരനിൽ വിശ്വസിക്കുന്നു. തെറ്റിയാത്ത എന്നെ ശിക്ഷിക്കാനിടയില്ല. അഥവാ ശിക്ഷിക്കുന്നെങ്കിൽ ഇതിനു മുമ്പ് പലപ്പോഴായി ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം കൂടിയുള്ള വലിയ ശിക്ഷയാണെന്ന് കരുതി ഞാൻ സമാധാനിക്കും. എന്നാലും ഞാനിവിടെ വരും. നിനക്കൊന്നും തടയാമോ? ഈ ജീവിതത്തിൽ എനിക്കതിന് കഴിയുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? അത് മാത്രം എനിക്ക് കേട്ടാ മതി. ഞാൻ അവിടെ ചെന്നിരുന്നെന്ന് രാധിക നിന്നോട് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ അറിയോ അമ്മ എന്തിനാ അവിടെ പോയത്? അതിരിക്കട്ടെ, നീ എന്തിനാ അവിടെ പോകുന്നത്? ഞാൻ പോകുന്നത്... പറയടാ, നീ അവിടെ പോകുന്നത് കൊണ്ട് ആളുകൾ എന്തൊക്കെ അപവാദങ്ങൾ പറയുന്നെന്ന് നീ അറിയുന്നുണ്ടോ? എല്ലാം ഞാൻ അറിയുന്നുണ്ടമ്മേ. പോകുന്നത് എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്. രാധികയെ എനിക്കിഷ്ടമാണ്, അത് തന്നെ കാര്യം. നിനക്ക് അത്രയേറെ ഇഷ്ടമാണെങ്കിൽ അവളെ അങ്ങ് വിവാഹം കഴിക്കടാ. എന്താ, ഒരിക്കൽ ആലോചിച്ചതല്ലേ? ഇപ്പൊ ഭർത്താവ് മരിച്ചു നിൽക്കുക. ആളുകളെ കൊണ്ടിങ്ങനെ അപവാദം പറയിപ്പിക്കുന്നതിനേക്കാൾ അതാണോ നല്ലത്? അമ്മാവാ, അമ്മാവാ. എന്താ മോഹൻ? എന്റെ അച്ഛൻ, അതായത് അമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി. അമ്മയുടെ ഏക സഹോദരനായ അമ്മാവൻ ജീവിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് അമ്മാവനെ വിവാഹം ചെയ്യാൻ കഴിയോ? എന്താ, വിഷമം തോന്നിയോ? അമ്മാവനും അമ്മയും തമ്മിലുള്ള ബന്ധം തന്നെയാണമ്മേ ഞാനും രാധികയും തമ്മിൽ ഇപ്പോഴുള്ളത്. അവൾ എന്റെ സഹോദരിയാണ്. എന്നെ ഒരു തെമ്മാടിയായിട്ട് മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞാനൊരു കൊലപാതകയാണെന്ന് എന്നെ പ്രസവിച്ച എന്റെ അമ്മ പോലും ഇന്നും വിശ്വസിക്കുന്നു. പക്ഷെ എന്നെ മനസ്സിലാക്കിയ ഒരാൾ ഈ ലോകത്തുണ്ട്. അതാണ് രാധിക. അവളെ കാണാൻ ഞാൻ പോവും. ആരെന്ത് പറഞ്ഞാലും ഞാൻ പോവും. ഉത്തമ, അയ്യോ പൊന്നാശാനെ രക്ഷിക്കണം, തട്ടിക്കളയരുത്. ഇവിടെ വാ. നീ നാട്ടിൽ നിന്ന് പോയില്ലേ? അയ്യോ, ഞാൻ എങ്ങോട്ട് പോവാൻ ആശാനെ? സാറയുടെ വീട്ടിൽ ഇപ്പൊ പോവാറില്ലേ? എന്തിന്? ആശാൻ അവിടുന്ന് പോയ പുറകെ അതുങ്ങളെ പോലീസ് തൂത്ത് വാരിക്കൊണ്ട് പോയില്ലേ? നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ജീവിക്കാൻ ഒരു വഴിയില്ല ആശാനെ. സത്യം പറഞ്ഞാ പട്ടിണിയാ. ഞാൻ നിനക്ക് കുറച്ച് പണം തരാം. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമോ? ശരി ആശാനെ. എങ്കിൽ നീ വീട്ടിലേക്ക് വന്നേക്ക്. ഒന്ന് നിൽക്കണേ ആശാനെ, ദൈവം അനുഗ്രഹിക്കും. എന്റെ ഭഗവാനേ, നിന്തിരുവടി, ഞാൻ വീണ്ടും രക്ഷപ്പെട്ടു. നിന്റെ വിശദീകരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ഇന്ന് നീ ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഇന്ന് തന്നെ പോകണം. അച്ഛൻ എന്തായി പറയുന്നത്? ഈ വീടും ഇവിടുത്തെ കൃഷിയും മോന്റെ പഠിത്തമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോരാനോ? വീടിന്റെയും കൃഷിയുടെയും കാര്യങ്ങൾ നോക്കാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തുകൊള്ളാം. കണ്ണന്റെ പഠിത്തം അവിടെയും നടക്കും. എനിക്ക് അതിനേക്കാളൊക്കെ വലുത് അഭിമാനമാണ്. അതിന് അപമാനത്തിന് ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. ഇല്ലേ? ശങ്കരനേർ കത്തയച്ചിട്ടാണ് ഞാൻ വന്നത്. ആ കത്തിൽ എന്തെല്ലാം എഴുതിയിരുന്നു എന്ന് എനിക്കറിയാമോ? അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് അച്ഛാ. തെറ്റിദ്ധാരണയാണോടി? ആ മോഹൻ ഇവിടെ വരാറില്ലേ? ഉണ്ട്. അവൻ നിന്റെ ഭർത്താവിനെ കൊന്നവനല്ലേ? അത് കേസിന്റെ വിധി കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. അവനെ പോലെ കൊള്ളരുതാത്തവൻ ഈ നാട്ടിലില്ല, നിനക്ക് അറിയാമോ? ശരിയായിരിക്കാം. പക്ഷെ എത്ര കൊള്ളരുതാത്തവനിലും ഒരു നല്ല വശം കാണും. അത് നമ്മൾ അവഗണിക്കാതെ അംഗീകരിച്ച ആള് തന്നെ ചിലപ്പോൾ നന്നായി വരില്ലേ അച്ഛാ? അപ്പോൾ നീ മോഹനെ നന്നാക്കാൻ പോവുകയാണോ? ഏതായാലും നശിപ്പിക്കില്ലെന്നുള്ളത് തീർച്ച. അച്ഛാ, മോഹനേട്ടൻ ഇന്നെന്റെ സഹോദരനാണ്. അച്ഛൻ വിശ്വസ്തലും ഇല്ലെങ്കിലും അതാണ് സത്യം. ചുരുക്കി പറഞ്ഞാൽ നീ ഇവിടുന്ന് വരില്ല. അച്ഛൻ ഇന്ന് ഇങ്ങോട്ട് വിവാഹം ചെയ്ത് അയച്ചതാണ്. ഭർത്താവ് എന്തെങ്കിലും ഇവിടെ കഴിയേണ്ടവളാണ്. കഴിയാനുള്ള കരുത്തും എന്റെ മനസ്സിനുണ്ട്. ഇവിടെ നിന്നും വരില്ല, തീർച്ച. മോളെ, നിന്നെ ഞാൻ ഇങ്ങോട്ട് അയച്ചത് കല്യാണം കഴിപ്പിച്ചാണ്, ഉപേക്ഷിച്ചല്ല. ഇങ്ങനെയാണെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണോ അച്ഛന്റെ ഇഷ്ടം? മോളെ, കുഞ്ഞുനാൾ മുതൽ തെറ്റും ശരിയും ചൂണ്ടിക്കാണിച്ചെന്ന് എന്നെ പഠിപ്പിച്ചത് എന്റെ അച്ഛനാണ്. ഞാൻ തെറ്റിയെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അങ്ങനൊരു സംഭവം ഉണ്ടായ പിന്നെ എന്റെ ശവം അച്ഛൻ കാണൂ. അച്ഛൻ പോകുന്നു മോളെ, അച്ഛൻ പോകുന്നു. കണ്ണിന് കണ്ടേ? ഇനി വരുമ്പോ കാണാം.
നെല്ല് എങ്ങോട്ട് കൊണ്ടുവന്നു? അറയിലിടാൻ. ഉഴവ് മുതൽ മെതി വരെ ഞാനാ എല്ലാ ജോലിയും ചെയ്യിച്ച്. അന്നാരെയും കണ്ടില്ലല്ലോ. പാടത്തൊന്ന് വഴക്കുണ്ടാക്കുന്നത് ശരിയില്ലെന്ന് തോന്നിയോണ്ട് വന്നില്ല. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. മേലാലിൽ ഇടപെടരുത്. ഇത് എന്റെ സഹോദരിയുടെയും കുഞ്ഞിന്റെയും കാര്യമാണ്. ആരെതിർത്താലും ഞാൻ ഇടപെടും. സഹോദരി ശ്രീധരനെ കൊല്ലുന്നതിന് മുൻപ് തന്നെ നിങ്ങളും രാധികയും തമ്മിൽ അടുപ്പത്തിലായിരുന്നില്ലേ? ആ അവിഹിത ബന്ധം അറിയാതിരിക്കാൻ വേണ്ടി രാധികയുടെ പ്രേരണ കൊണ്ടല്ലേ നിങ്ങൾ ശ്രീധരനെ കൊന്നത്? എടപ്പാടി എന്താ? ഇനി രാധികയെ പറ്റി തെറ്റായ ഒരു വാക്ക് പറഞ്ഞ കൊന്നാളെ തന്നെ ഞാൻ. കാര്യങ്ങൾ അത്രത്തോളം എത്തിയോ? അവളെ തന്നെന്ന് പറഞ്ഞിട്ട് അവള് കേട്ടില്ല. അവർക്ക് രണ്ട് കൊടുത്താലും വേണ്ടതില്ല. നിങ്ങൾക്ക് അവളെ നിലയ്ക്ക് നിർത്തോ? ഇല്ലെങ്കിൽ ഇനി കൊലപാതകം നടക്കും. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. പറ നീ. അവൻ എരപ്പാളിയാണടി. ഇക്കാര്യത്തിൽ ആരും എന്നെ ഉപദേശിക്കണ്ട. എങ്കിൽ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ഇതെന്റെ വീടാണ്. എന്റെ കുഞ്ഞിനെ അവകാശപ്പെട്ട അവന്റെ അച്ഛന്റെ വീട്. എടാ വേണു, കൊച്ചിനെ കാര്യം അവൻ എന്റെ അനന്തരവന്റെ മകനാടി. പെടകെട്ട് നീ അവനെ വളർത്തിയാൽ അവനും പഴച്ചു പോകും. എടാ കുഞ്ഞിനെടുക്കാൻ എന്റെ കണ്ണനെ അവരെടുത്തോണ്ട് പോയി. അമ്മാവനും മേനോട്ടിനും കൂടി. മോഹനേട്ടനിവിടെ വരുന്നത് തന്നെ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. നീ ബഹളം വെക്കാതെ നിൽക്കേ. ഞാൻ പോയി കണ്ണനെ കൊണ്ടുവരാം. ഞാൻ കൂടെ വരാം. എന്തിനെ? എന്റെ സഹോദരിയുടെ കുഞ്ഞിനെ കൊണ്ടുവരേണ്ടത് ഞാനാടി. നീ ഇവിടേക്ക്. ഇതാണ് മനസ്സിലായോ? ഈ അമ്മയുടെ കാര്യം മിണ്ടി പോയത്. കണ്ണനെ വിടൂ. ഞാൻ കണ്ണനെ കൊണ്ടുപോകാൻ വന്നതാ. അവനെ കൊണ്ടുപോവാൻ നീ ആരാടാ? ഞാൻ ആരോ ആകട്ടെ, മര്യാദയ്ക്ക് കണ്ണനെ വിടൂ. നീ ഇവനെ ഇവിടുന്ന് കൊണ്ടുപോവോ? അതിനാണല്ലോ ഞാൻ വന്നത്. കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് വിടറാ. വിടാൻ. അണങ്ങിപ്പോരുത്. നിങ്ങൾ എല്ലാരും കൂടെ എന്നെ കൊലപാതകിന് മുദ്രകുത്തി. പക്ഷെ ഇന്ന് വരെ ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഈ മുറ്റത്ത് ചോര വീഴരുതെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ തൊട്ടുപോരുത്. പോലീസ് വെച്ചാ എന്നെ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് നാട് വിട്ടു പോകണോടാ മടയാ. നേരിട്ട് ഹാജരായി നമുക്ക് ജാമ്യം എടുക്കാം. എന്നാലും തൽക്കാലം ഒന്ന് മാറി നിൽക്കാൻ അച്ഛൻ നല്ലത്. അതിന്റെ ആവശ്യമില്ല. കൊലക്കേസായ പോലും ജാമ്യം കിട്ടും. വേണ്ടത് ഞാൻ ചെയ്തോളാം. ഇല്ലച്ചാ ഞാൻ പോവാ. അവിടെ ഞാനല്ലേ പറഞ്ഞു. ഞാൻ എടാ ഞാൻ പറഞ്ഞു.
എടാ ഇത്രയേറെ രൂപ എവിടുന്നാന്നാ ചോദിച്ചത്? പറയാ ശ്രീധരൻ ബാങ്കിൽ നിന്ന് കൊടുന്ന രൂപയാ. ശ്രീധരനെ കൊന്നത് ഞാനായിരുന്നു അച്ഛാ, ഞാനായിരുന്നു. എന്റെ കടബാധ്യത ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാനത് ചെയ്തു. എന്റെ ഭാര്യയോടും കുഞ്ഞോടും ഒന്നിച്ച് ജീവിക്കാനുള്ള കൊതി കൊണ്ട് ഞാനത് ചെയ്തു. ഇനി എന്നെ കൊന്നോളൂ അച്ഛാ, കൊന്നോളൂ. സാർ, മോഹനെ കുത്തിയതിന് ഇവൻ അറസ്റ്റ് ചെയ്യാനല്ലേ വന്നത്? ശ്രീധരനെ കൊന്നത് ഇവൻ തന്നെയാണ്, ഈ പണത്തിന് വേണ്ടി. സാർ, ഇൻസ്പെക്ടർ എന്തിനാ ചേട്ടാ ഫോൺ ചെയ്തത്? ശ്രീധരനെ കൊന്നത് വേണുവാണെന്ന്. വേണുട്ടിനോ? അതെ, അവൻ കുറ്റം സമ്മതിച്ചു. പോലീസ് അറസ്റ്റ് ചെയ്തു. മോനെ, അമ്മ നിന്നെ തെറ്റിദ്ധരിച്ചു. അമ്മയോട് ക്ഷമിക്കുക. അമ്മേ, മോഹനേട്ടൻ കണ്ണന്റെ അമ്മാവനായിരുന്നു. ചെവിക്ക് തീ കൊളുത്താൻ അവനെ അനുവദിക്കുവോ?